യഥാ നമ്മുടെ ഉമ്മ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ഭാര്യ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ആ ചോറിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് പോലെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ചിലരുടെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ തിളച്ചു മറിയുകയാണ്, അതിങ്ങനെ തിളച്ചു മറിയുകയാണ്. ആ ഭയാനകമായ ദിവസത്തിൽ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അവിടെ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരാളും നിന്നെ സഹായിക്കില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് പരലോകമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് കരയുമ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ ആ ഭയാനകമായ ദിവസത്തിൽ 5 വിഭാഗം ആൾക്കാർ ഞാൻ എന്റെ ചാരത്തേക്ക് വിളിക്കും. സ്വഹാബാ ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, ഒരാൾ പോലും നിന്നെ സഹായിക്കാത്ത ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ 5 വിഭാഗം ആൾക്കാർ മുത്തുനബി തന്റെ ചാരത്ത് വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്, തന്റെ സിംഹാസനത്തിന്റെ ഭാഗത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ 5 വിഭാഗം ആൾക്കാർ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മുത്തുനബി സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അവരെ പ്രവാചകനെ കൂടെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ഞാനും അവരും സ്വർഗത്തിൽ എത്ര അടുത്താണെന്നറിയുമോ, ഞാനും അവരും സ്വർഗത്തിൽ എത്ര അടുത്താണെന്നറിയുമോ. പ്രവാചകൻ തന്റെ കൈകളുടെ വിരലുകൾ കാണിക്കുകയാണ്. തന്റെ കൈകളുടെ വിരൽ കാണിച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ ഈ 5 വിഭാഗം ആൾക്കാർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ഇത്രയും അടുത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഞാൻ 5 വിഭാഗം ആൾക്കാരെ വിളിക്കും. 5 വിഭാഗം ആൾക്കാരെ ഞാൻ എൻ്റെ ചാരത്ത് വിളിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഞാൻ അവരെ കൊണ്ടുപോകും. ഞാനും അവരും നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരവർ, അവർ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണ്. ഞാനും അവരും തമ്മിൽ കൈകളുടെ വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും അടുത്ത. അള്ളാഹു 5 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പൗരത്വമുണ്ടോ എന്ന് നോക്ക്. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, തറവാടല്ലേ നമ്മളിവിടെ ഉള്ളവരല്ല. സത്യവാ, നമ്മുടെ മുൻഗാമികൾ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വന്നവരല്ല. നമ്മൾ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ ബാപ്പ ആദൻ നബി, നമ്മുടെ ഉപ്പാപ്പ ആദൻ നബിയും ഉമ്മാമ ഹവ്വ റളിയല്ലാഹു തആല ഇവർ രണ്ടുപേരും വന്നത് സ്വർഗമെന്ന് പറയുന്ന നമ്മുടെ തറവാട്ടിൽ നിന്നാണ്. അതാണ് നമ്മുടെ നാട്, അതാണ് നമ്മുടെ തറവാട്. ആ തറവാട്ടിൽ പൗരത്വം ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 5 നന്മകൾ ഞാൻ പറയാം. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകണം, മുത്തുനബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകണം. അതിനുള്ള 5 നന്മകൾ, 5 നല്ല വഴികൾ ഞാൻ പറഞ്ഞു തരാം. 5ഉം പറയാമെന്ന് ഞാൻ വാക്ക് പറയൂല. ഇപ്പോൾ തന്നെ 10:30 ഇൻഷാ അല്ലാഹ്. പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞു സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രമിച്ചൂടെ? ഒന്ന് ശ്രമിച്ചൂടെ? ഉണ്ടോന്നെങ്കിലും നോക്കാം. അവിടെയെങ്കിലും പൗരത്വം ഉണ്ടോ നോക്കാം. എന്തായാലും ഇവിടുത്തെ കാര്യത്തിൽ തീരുമാനമായില്ലേ, അവിടെയെങ്കിലും ഇൻഷാ അല്ലാഹ് പൗരത്വം കിട്ടണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരാ നാളെ പരലോകത്ത് വെച്ച് മുത്തുനബി കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന 5 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ചറബിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന 5 വിഭാഗങ്ങളിൽ 1ാമത്തെ വിഭാഗം ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പയും ഉമ്മയുമാണ്. ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാ. ആ മാതാപിതാക്കൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുന്നു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറഞ്ഞു തരികയാണ്, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന 5 വിഭാഗങ്ങളിൽ 1ാമത്തെ വിഭാഗമാരാ? അത് ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ ആരെന്നറിയുമോ? അവർക്ക് ഈ ഭാഗ്യം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പടച്ചറബ് അവർക്ക് 2 പെൺമക്കളെ കൊടുത്തു. അല്ലാഹു 2 പെൺകുട്ടികളെ അവർക്ക് കൊടുത്തു. ആ 2 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെൺമക്കളെ കൊടുത്തു. ആ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു 2 പെൺമക്കളെ തന്നിട്ടുള്ള ഭാഗ്യവാന്മാരെന്ന് കൈവക്കിക്കേ. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ? ഒരെണ്ണം ഉള്ളവരെങ്കിലും പൊക്കിക്കേ. അൽഹംദുലില്ലാ, നിങ്ങളുടെ കാര്യത്തിലെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ആണ് മതി, പെണ്ണ് വേണ്ട. ആദ്യത്തെ കൺമണി ആണായിരിക്കണം എല്ലാവരുടെ കൊതി. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ ആണ് മതി, പെണ്ണ് വേണ്ടപ്പാ, ആണ് മതി. പെണ്ണാണെങ്കിൽ ചെലവും, ആണാണെങ്കിൽ വരുമാനവും. അതാണല്ലോ നമ്മുടെ പുതിയ കണ്ടുപിടുത്തം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആൺകുട്ടികളോടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ടെണ്ണത്തിൽ നിർത്തുന്നത്. 2-3 ആകുമ്പോൾ തന്നെ നിർത്തി. പണ്ടൊക്കെ പെണ്ണുങ്ങൾ അള്ളാഹു പഠിച്ചോനെ, ഞങ്ങളുടെ ഉമ്മയൊക്കെ 10 പെറ്റവരാ. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുഴപ്പമില്ലെന്ന് അൽഹംദുലില്ലാ, എപ്പോഴും ആഫിയത്തോടെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പക്ഷേ ഇന്നത്തെ അങ്ങനെയല്ല. ഇന്ന് 2 ഒന്ന് കഴിഞ്ഞാൽ തന്നെ അസ്സലാമു അലൈക്കും മതി നിർത്തിയേക്കാനാണ് പറയുന്നത് ഭർത്താവിനോട്. എല്ലാവർക്കും ആൺകുട്ടികളോടാണ് ഇഷ്ടം, പെൺകുട്ടികളോട് ഇഷ്ടക്കുറവാണ്. എങ്കിലും മഹാനായ റസൂൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിന്റെ കിതാബിൽ കാണാം, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് കിട്ടിയതെങ്കിൽ, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞിനെയാണോ പ്രസവിച്ചത്, നിങ്ങൾ ഭാഗ്യവാന്മാരാ. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുന്ന, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ വീട്ടുകാർക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന്. അപ്പോൾ പെണ്ണ് വീടിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിക്ക് പെൺമക്കളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബിക്ക് പെൺമക്കളോട്, പെൺകുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കില്ല, ഇഷ്ടപ്പെടില്ല. ഒരിക്കലും ചരിത്രം കാണാം, മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സ്വഹാബികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു മകൻ ഓടി വന്നു. വാപ്പാടെ മുന്നിൽ ഉസ്താദൊക്കെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ചെറിയ മക്കൾ വാപ്പാടെ അടുക്കൽ ഓടി വരുന്നത് പോലെ വാപ്പാടെ അടുക്കൽ ഓടി കയറി വന്നു. വാപ്പാടെ അടുക്കൽ വന്നപ്പോൾ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊണ്ട് പിടിച്ചു മടിയിലിരുത്തി വാപ്പ. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറേ സമയം കഴിഞ്ഞു. അതേ മനുഷ്യന്റെ പെൺകുട്ടിയായ മകള് വാപ്പാടെ അടുക്കൽ അതുപോലെ കയറി വന്നു. വാപ്പ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പിടിച്ച് താഴെ ഇരുത്തി. റസൂലുള്ളാഹി തങ്ങൾ വയല് നിർത്തി. പ്രവാചകൻ തന്റെ പ്രസംഗം, മുത്തുനബി പ്രസംഗം നിർത്തി. എന്നിട്ട് ആ വാപ്പാനോട് പറഞ്ഞു, ഒന്നുകിൽ ആ മടിയിലിരിക്കണം മോനെ താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ താഴെ ഇരിക്കണം മകളെയും കയറ്റി മടിയിലിരുത്തുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് സഹിച്ചില്ല ആ പെൺകുട്ടിയോട് വേർതിരിവ് കാണിച്ചപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ എന്തൊരു സ്നേഹമെന്നറിയും. ലോകത്ത് ഒരു മനുഷ്യനും ഖിയാമത്ത് നാൾ വരെ വാപ്പ മകളെ സ്നേഹിച്ചതുപോലെ, നബി തൻ്റെ പൊന്നാര മകളെ സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കില്ല. ഇനി എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും അത്രയ്ക്കും ഇഷ്ടമാ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നുമോളെ കാണുമ്പോൾ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുമായിരുന്നു മുത്തുനബി. തൻ്റെ പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. ചരിത്രം പറയുന്നു, ഇരിക്കുന്ന സമയത്തെങ്ങാണം ഫാത്തിമ കയറി വന്നാൽ ഒറ്റയ്ക്കുണ്ടായിരുന്നെങ്കിൽ മുത്തുനബി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു തൻ്റെ മകളുടെ മുന്നിൽ. ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകൾ ആരുമില്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിൻ്റെ കാൽച്ചുവട്ടില, ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗ്ഗം കിടക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും പെൺമക്കളോട് വല്ലാത്ത സ്നേഹം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺമക്കളെക്കാളും സ്നേഹം പെൺകുട്ടികൾക്കാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾക്ക് വാപ്പാനോട് വല്ലാത്തൊരു സ്നേഹമാണ്. ഉമ്മയെക്കാളും സ്നേഹം വാപ്പാനോടാണ്. അതാണല്ലോ നമ്മൾ പഴയതൊക്കെ പറയും, ആൺകുട്ടികൾക്ക് നേരെ തിരിച്ച ഉമ്മാനോടാ വലിയ സ്നേഹം. അത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാരുടെ ഒക്കെ പോയിട്ട് മക്കളിങ്ങനെ തട്ടി നിൽക്കും. അപ്പോൾ ഉമ്മായ്ക്ക് അറിയാം എന്തോ കാര്യം നേടാനാണെന്ന്. എന്നാൽ വാപ്പ ഇങ്ങനെ ഇരിക്കുക, മോളിങ്ങനെ വന്ന് വാപ്പാടെ താടിയിലും തലയിലൊക്കെ പിടിക്കുമ്പോൾ അതങ്ങനെ നേരെ തിരിച്ചിങ്ങനെ. അതാണ് പെൺമക്കൾ, വാപ്പമാരോട് വല്ലാത്ത സ്നേഹമാണ് പെൺമക്കൾക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അപ്പം നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നവർ വിചാരിച്ചു, ഉസ്താദേ എനിക്ക് പെൺകുട്ടികളുണ്ട് അപ്പം ഞാൻ സ്വർഗ്ഗത്തിൽ പോവില്ലേ? പെട്ടെന്ന് അത് കൈവക്കിയപ്പോൾ എന്നാ ഉസാറെന്നറിയോ? ഒരെണ്ണെങ്കിലുള്ളവരെ കൈവക്കാൻ പറഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥമായിട്ട് കൈവക്കിയവരോട് ഞാൻ ചോദിക്കാം, നിങ്ങളൊക്കെ വിചാരിച്ചു അപ്പം നാളെ ഞാൻ രക്ഷപ്പെട്ടു എന്ന്? വാപ്പാ, നീ ചിന്തിച്ച് നോക്ക്. ഹജ്ജ് ചെയ്തവനും ഞാനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. പള്ളി കെട്ടിക്കൊടുത്തവനും ഞാനും നാളെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. നോമ്പ് പിടിച്ചവനും ഞാനും നാളെ സ്വർഗ്ഗത്തിൽ ഇത്രയും അടുത്താണെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞു, 2 പെൺമക്കളെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഇത്രയും അടുത്താണെന്ന് മുത്തുനബി തൻ്റെ കൈ വിരലുകൾ ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പാഠം പഠിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി പ്രായപൂർത്തി വരെ എത്തിച്ച് അവരെ ഏതെങ്കിലും നല്ല ഒരു തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദായിട്ട് കാണേണ്ട കാലഘട്ടം. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ അത്ര എളുപ്പമെന്ന് വിചാരിച്ചോ? പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോയി രംഗം ആലോചിക്കേ. ഈ പ്രായമുള്ള നിങ്ങളൊക്കെ പണ്ട് പെണ്ണ് കാണാൻ പോയി, സ്കൂൾ വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഭാര്യമാർ സ്കൂൾ വിട്ട് വീട്ടിൽ കയറി വന്നപ്പോൾ അവരുടെ വാപ്പമാർ പറഞ്ഞു, ആയിഷ കല്യാണം ഉറപ്പിച്ചു, ദാണ്ടായിരിക്കുന്നതാണ് പയ്യൻ, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ പാപ സ്കൂൾ ബാഗ് വിട്ടിട്ട് കരച്ചിലും കരഞ്ഞു. ഇപ്പം നിന്റെ കൂടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് പണ്ടത്തെ പെണ്ണുങ്ങൾ. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ +1 പഠിക്കുന്ന 17ഉം 18ഉം വയസ്സുള്ള മക്കൾ വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാനോട് പറയും, ഞാനൊരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ, ബസ്സിൽ യാത്ര ചെയ്തപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാ, എനിക്ക് അവനെ തന്നെ മതി, കെട്ടിച്ചേരണം. അപ്പോൾ വാപ്പ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. വാപ്പ എന്നിട്ട് ഇവനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ സ്വന്തം ജാതി പോലും അല്ല. വാപ്പ പറഞ്ഞു, മോളെ അവൻ മുസ്ലിം അല്ല, ഞാൻ കൊന്നാലും സമ്മതിക്കൂല, ഞാൻ ഇറങ്ങിപ്പോകും. വാപ്പ, നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഞങ്ങൾ ഇറങ്ങിപ്പോകും. കോടതി പോകുമ്പോൾ കോടതി ഒതുക്കും, ആരും കൂടെ പോകണം, എനിക്ക് പ്രായപൂർത്തിയായല്ലോ, ഞാൻ പോയി പോനെ മതി, ഞാൻ പോകും. നാണം കടണ്ടെങ്കിൽ കെട്ടിച്ചതാ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാ. അള്ളാഹു ഈ മതം ഗ്രഹിക്കുമാറാകട്ടെ. നടക്കണതാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 പെൺകുട്ടികളെ എങ്ങനെ വളർത്താൻ. നിങ്ങൾ ഈ ഇറച്ചിക്കോഴിയെ വളർത്തുന്നവരെ വളർത്തിയ സ്വർഗ്ഗത്തിൽ പോലെട്ടാ. 2 പെൺകുട്ടികളെ എങ്ങനെ വളർത്താം? ഇപ്പോൾ എറണാകുളത്ത് ഇറങ്ങി കാണാൻ അങ്ങനെ വളർത്തിയ കാര്യമൊന്നുമില്ല. 2 ഇങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ട്, ഇങ്ങനെ നടത്താം. 10 മിനിറ്റ് ആകുമ്പോൾ ഇവൻ്റെ കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലല്ല പോവാ, നരകത്തിലാ പോവാ. എങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തേണ്ടത്? അവിടെ മനസ്സിലാക്കണ്ടേ. ചുമ്മാതെ വളർത്തിയാൽ പോലെ. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികൾ.
പെൺകുട്ടികളെ വളർത്തേണ്ടത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു പെണ്ണ് നന്നായ ഈ ലോകം തന്നെ നന്നാകും ചങ്ങാതി. അതാ, ഒരു പെണ്ണ് നന്നായാൽ ലോകം തന്നെ നന്നാകും. ഒരു പെണ്ണ് പിഴച്ചുപോയാൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകാൻ കാരണമാകുമെന്ന് എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് എടുത്തു നോക്ക്. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ. ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാൽ നല്ല വിളവ് കിട്ടും. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, നിസാഉക്കും ഹർസുല്ലക്കും വഅതു ഹർസക്കും. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാ, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാ. പച്ച മലയാളത്തിൽ പറഞ്ഞ, മക്കളെ നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ എന്ന് പറഞ്ഞ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മ വളർത്തിയ ഒരു മക്കൾ ഇന്നുവരെ കണ്ടവന്റെ കൂടെ പോയിട്ടില്ല. ഉമ്മാനെ തല്ലിയിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ടുണ്ടോ? മരിച്ചുപോയവരുടെ കടം വീട്ടാതിരുന്നിട്ടുണ്ടോ? ഇല്ല. നല്ല ഉപ്പായും ഉമ്മായും വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. ചരിത്രങ്ങളാ പറയാ. എത്രയോ ചരിത്രങ്ങൾ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മുതൽ നിങ്ങൾ എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പാനെ പോലും കണ്ടില്ലല്ലോ. മുത്തുനബി ഉമ്മയിലെ വളർത്തിയേ. എന്നെ കുറച്ച് നാളാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനെ ഉമ്മയിലെ വളർത്തിയേ. നിങ്ങൾ പഠിച്ചു നോക്ക്. ഈ നാട്ടിലെ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പലരുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്ക്. അവരൊക്കെ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിൽ ജനിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എല്ലാവർക്കും നല്ല മക്കൾ വേണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. മോനെ, ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാവുകയാണ്, അവളുടെ ഭർത്താവ് നന്നാവുകയാണ്. പടച്ചവനെ, ഒരു വാപ്പയും ഉമ്മയും നന്നായാൽ അവരുടെ മക്കൾ നന്നായി, അവരുടെ വീട് നന്നായി, അവരുടെ കുടുംബം നന്നായി, അവരുടെ നാട് നന്നായി, അവരുടെ രാജ്യം നന്നായി, ലോകം വരെ നന്നാകാൻ കാരണമാകും. ഒരു പെണ്ണ് നന്നായാൽ നല്ല ഉമ്മയുടെ മടിത്തട്ടില് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ പിറക്കുന്നത്. ഒരേ ഒരു ചരിത്രം ഞാൻ പറയാ. അള്ളാഹുവേ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ചിരുന്ന സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഹലാലല്ലാതെ ഒന്നും കഴിക്കാറില്ല. അതാ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹലാലല്ലാത്ത ഒന്നും അവിടെ നിന്ന് കഴിക്കാറില്ല. ദിവസങ്ങളായി പട്ടിണിയാണ്. വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തെരുവിലൂടെ നടക്കുകയാണ്. ഒരാളും അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നില്ല. അവസാനം പടച്ചവനെ, ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തളർന്നങ്ങ് വീഴുകയാണ്. പട്ടിണിയാണല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുഴയുടെ ചാരത്ത് അവിടെ നിന്ന് തളർന്ന് വീഴുകയാ. അങ്ങനെ പുഴയുടെ ചാരത്ത് തളർന്ന് കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ കാണുമ്പോ അവിടെ നിന്ന് കൈയിട്ടെടുക്കുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ അവിടെ നിന്ന് കഴിക്കുകയാണ്. ആപ്പിളിന്റെ പകുതി അങ്ങ് കഴിക്കുമ്പോഴാണ് അവിടുത്തെ ബുദ്ധി വർക്ക് ചെയ്യുന്നതല്ലോ. ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ. അല്ലോ, ഞാൻ ഹറാമ് തിന്നല്ലോ. അല്ലോ, ഇനി എന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. എന്റെ ദുആഇനെ സ്വീകരിക്കില്ലല്ലോ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു ആപ്പിൾ കടിച്ചതിന്റെ പേരിൽ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ കയ്യിൽ ആപ്പിളിന്റെ പകുതി പിടിച്ചിട്ട് നിലവിളിക്കുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ എവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പടച്ചവന് പുഴയുടെ എതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ ആപ്പിൾ വീണത്? അല്ലാഹുവേ, ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിക്കുകയാ. അവസാനം ഈ ആപ്പിൾ അതാ പുഴയിലേക്ക് ചാരി നിൽക്കുന്ന ഒരു ആപ്പിൾ തോട്ടം കാണുകയാണ്. അവിടെ നിന്നാണ് വീണതെന്ന് മനസ്സിലായി. പൊട്ടിക്കരന്നുകൊണ്ട് തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അതാ അതിനകത്ത് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് നിലവിളിക്കുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എനിക്കൊന്ന് പൊരുത്തം തരുമോ? എനിക്കൊന്ന് പൊരുത്തം തരുമോ? സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ കടന്നുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് കരയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാ, ഞാൻ ഇവിടത്തെ മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ തൊഴിലാളിയാണ്. ഈ തോട്ടം നോക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്. പിന്നെ എങ്ങനാ ഞാൻ നിങ്ങൾക്ക് പൊരുത്തം തരുന്നത്? അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ മുതലാളിയുടെ വീട് എവിടെയാണ്? ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതിയുടെ പൊരുത്തം ചോദിക്കാ 300 കൊല്ലം പോകേണ്ടി വന്നാലും സാബിത്ത് തയ്യാറാ. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് ഹറാമായിട്ട് പോകാ പേടിയാണ്, എനിക്ക് അല്ലാഹുവിന്റെ നരകം വല്ലാത്ത പേടിയാണ്. അവിടെ നിന്ന് ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്. പറഞ്ഞ അടയാളം വെച്ച് അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി. ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് നിലവിളിക്കുകയാ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുകയാണ്. ആ മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെടുന്നു. ആരാ പടച്ചവര്? ഈ ചെറുപ്പക്കാരൻ ആരാണല്ലോ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാറ്. ഇവിടെ വരെ കഷ്ടപ്പെട്ട് ഇവന് വന്നിട്ടുണ്ടെങ്കിൽ ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ഇവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്ത്, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവളുടെ കാലിന് സ്വാധീനമില്ല. എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് പെണ്ണിനെ പോലും കാണണ്ട. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചെവിക്ക് കേൾവിയില്ലെങ്കിലും കാലിന് സ്വാധീനമില്ലെങ്കിലും അവൾക്ക് എന്ത് ന്യൂനതയുണ്ടെങ്കിലും ഞാൻ വിവാഹം കഴിക്കാ തയ്യാറാ. അങ്ങനെ അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞു. അവസാനം അതാ മണിയറക്കകത്തേക്ക് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, സുന്ദരിയായ ഒരു പെണ്ണ് മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിക്കുന്നു, കണ്ണ് കാണാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ വിട്. ആ പെണ്ണ് പറഞ്ഞു, സാബിത്ത്, ഞാൻ തന്നെയാ നിങ്ങളുടെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ ബാപ്പ എങ്ങനെ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല സാബിത്തേ. ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാ. ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല, ഹറാം കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇന്ന് വരെ എന്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല. ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാ. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ആ പെണ്ണും കൂടെ, ഇവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം തുടങ്ങുകയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എടുത്ത് പകുതി കഴിച്ചു. അതും പട്ടിണി കിടന്ന് തളർന്നു കിടക്കുന്ന സമയത്ത് അതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം സഞ്ചരിച്ച് അവസാനം ചെന്നപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ മകളെ നീ വിവാഹം കഴിക്കണം, അതിനും ഞാൻ റെഡിയാ, എനിക്ക് പൊരുത്തം മതി, എനിക്ക് പൊരുത്തം മതി. അവിടെ നിന്ന് കല്യാണമെല്ലാം കഴിച്ചു. രണ്ടുപേരും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു, വാപ്പായും ഉമ്മായും. അവർ രണ്ടുപേരും കൂടെ കൃഷി അങ്ങോട്ട് ഇറക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തി. അല്ലാഹു അവർക്കൊരു മോനെ കൊടുത്തു, അല്ലാഹു അവർക്കൊരു നല്ല മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ ഖൂഫി റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ ആ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ജനിച്ച മകനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല കൃഷിയിടത്തിൽ വിത്തിട്, നല്ല വിളവ് അല്ലാഹു തരും. നല്ല പെണ്ണിന്റെ വയറ്റിലെ നല്ല വാപ്പയും ഉമ്മയ്ക്ക് നല്ല മക്കൾ ജനിക്കാറുള്ള എത്രയോ ചരിത്രങ്ങൾ. മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ട്, ചരിത്രത്തിൽ കാണാം. മുബാറക്, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പഠിക്കണം, ആ മക്കളൊക്കെ പഠിക്കണം. എടാ, മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ട്, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാ. ഒരിക്കൽ യജമാനം വിളിച്ചു, മുബാറക്ക്, വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു, നീ പോയിട്ട് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു കുല മധുരമുള്ള മുന്തിരി പറിച്ചു കൊണ്ടുവാ. മുബാറക് എന്ന് പറയുന്ന അടിമ ഓടി ചെന്നു. മുന്തിരി ഇങ്ങനെ നോക്കി, അവിടെ നിന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ച് കൊടുത്തു. വിരുന്നുകാർ വന്നിട്ടുണ്ട്. യജമാനൻ ഒരു മുന്തിരി എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. യജമാനൻ പറഞ്ഞു, എടാ, പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ, വിരുന്നുകാർക്ക് കൊടുക്കാനാ. മുബാറക് എന്ന് പറയുന്ന അടിമ രണ്ടാമതും തോട്ടത്തിൽ പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു. യജമാനൻ അത് നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത പുളി. യജമാനന്റെ ദേഷ്യം വന്നു, മുബാറക്ക്, പോടാ, പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ, നീ കളിയാക്കുന്നോടാ. പറഞ്ഞു വിട്ടു. മൂന്നാമതും മുബാറക് എന്ന് പറയുന്ന അടിമ തോട്ടത്തിൽ പോയി. മൂന്നാമതും അവിടെ നോക്കിയിട്ട് കണ്ടതിൽ വെച്ചൊരു മനോഹരമായ ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ട് യജമാനന്റെ മുന്നിൽ വെച്ചു. യജമാനൻ തിന്നു നോക്കിയപ്പോൾ അതും വല്ലാത്ത പുളിപ്പും കയ്പും. പിന്നെ നോക്കിയില്ല, എടുത്തിട്ട് അടിക്ക. മുതലാളി മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോൾ പറയുന്നുണ്ട്, എടാ മുബാറക്ക്, 10 കൊല്ലമായിട്ട് നീ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു, മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ നിനക്കറിയില്ല എടാന്ന് പറഞ്ഞിട്ട് തല്ലുമ്പോൾ ആ മുബാറക് എന്ന് പറയുന്ന അടിമ മുതലാളിയോട് ചോദിച്ചു, ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല, 10 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് ജോലിയല്ലേ, മുന്തിരിത്തോട്ടം നോക്കാനുള്ള ജോലിയല്ലേ, എനിക്ക് തിന്നാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ. താഴെ കിടക്കണ ഒരു മുന്തിരിയെങ്കിലും എടുത്ത് തിന്നാലല്ലേ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് ആ മനുഷ്യന്റെ കണ്ണം കെട്ട് നിറയാൻ തുടങ്ങി. അതാ 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ തോട്ടത്തിൽ താഴെ കിടക്കണ ഒരു മുന്തിരി പോലും എടുത്ത് തിന്നിട്ടില്ല. നിങ്ങൾ ആലോചിക്ക്. നമ്മുടെ പള്ളിയുടെ മൂത്രപ്പുര കിടക്കണ ചെരുപ്പുകൾ കണ്ടിട്ടുണ്ടാ? അല്ലാടെ പള്ളി കിടക്കണ മൂത്രപ്പുര കിടക്കണ ചെരുപ്പ് കണ്ടിട്ടുണ്ടാ? ആ ചെരുപ്പിന്റെ മുകൾ ഭാഗം മുറിച്ചിട്ടിരിക്കുക. എന്തിന്? ആരെങ്കിലും മൂട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ. ആലോചിക്ക്.
ആ പള്ളി കമ്മിറ്റിക്കാരന്മാരെ തല്ലണം. അത്ര നാലിച്ചോക്ക്, എത്ര ഗതികേടെന്ന് ആലിച്ചോക്ക്. പള്ളിയുടെ മൂത്രപ്പരയിൽ കിടക്കണ ആർക്കും വേണ്ടാത്ത ആ ചെരുപ്പ് മുറിച്ചിട്ടിരിക്കുക. ബാത്റൂമിലെ കപ്പ് വരെ തുടല് കിട്ടാഞ്ഞത് കാര്യം. ചങ്ങല കെട്ടിയിരുന്നെങ്കിൽ കെട്ടിയിട്ടാനെ, കയറില കെട്ടിയിട്ടിരിക്കണേ. അല്ലാഹു അയല, നിങ്ങൾ ചിന്തിക്കുക സഹോദര. ഇത് ചോദിക്കുമ്പോൾ കമ്മിറ്റിക്കാർ പറയും, ഉസ്താദെ പള്ളിയുടെ സ്വത്തല്ലേ, പിന്നെ പള്ളിയുടെ എന്തൊക്കെ അവിടെ കൊണ്ടുപോകുന്നു. പള്ളി കിടക്കണ മൂത്രപ്പരയിൽ കിടക്കണ ചെരുപ്പ് അതാ സമുദായത്തിന് തന്നെ നാണക്കേടല്ലേ സഹോദര. ആലിക്ക് അമാനത്തിന്റെ വിഷയം, നമ്മുടെ ഗതികേട് നിങ്ങൾ ചിന്തിക്കുക. പള്ളിയിലെ മൂത്രപ്പരയിൽ കിടക്കണ ചെരുപ്പ് വരെ. അല്ലാഹു അയല, അല്ലാഹു ഹിദായത്ത് നൽകി മാർക്കട്ടെ. ആമീൻ പറഞ്ഞ മതി. എടാ 10 കൊല്ലം മുന്തിരിത്തോട്ടത്തിൽ കിടന്നിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും നമ്മുടെ മുൻഗാമികൾ, ഈ അമുസ്ലിമീങ്ങൾ ആരെങ്കിലും ഈ പള്ളിയിലെ മൂത്രപ്പുര കയറിയ നമ്മുടെ അളക്കണ അങ്ങനെ അരച്ചിക്ക് ആ ചെരുപ്പ് പോലും. പിന്നെ കുറ്റം പറയാൻ കഴിയില്ല. ജുമാനസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആദ്യം കിട്ടുന്നത് കാര്യമായിട്ടുണ്ട് പോണ കാലമല്ലേ. പറയുമെല്ലാം പറയണമല്ലോ. നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത പ്രതിഫലം വാങ്ങാ, വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കുക. സ്വന്തം ചെരുപ്പിടും അറിയാറില്ല ഗതി. അലിക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുബാറക്ക് എന്ന് പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് ഓടുക. തൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് സുന്ദരിയായ മകളെ ഇങ്ങ് വിളിച്ചു, മോളെ വാമോളെ, പാപ്പ നിനക്കൊരു പുതിയാപ്പളയെ കണ്ടെത്തി. പാപ്പ ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. മോള് ചോദിച്ചു, ആരാ വാപ്പ? സുന്ദരിയായ പണക്കാരൻ്റെ മകൾ ചോദിക്കുക, ആരാ ഉപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യണം മുബാറക്ക് ഉണ്ടല്ലോ, ഓനാ പുതിയാപ്പള. അതെന്തേ വാപ്പ എന്തേ മുബാറക്കിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? നമുക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അവിടെ നിന്ന് ചോദിച്ചു, എന്തേപ്പാ നമ്മുടെ തോട്ടത്തിലും മോളെ അവനെക്കാരും ഒരു നല്ല ഒരുത്തനെ മരിക്കണ കാലം വരെ തിരഞ്ഞാലും എനിക്ക് കിട്ടൂല. ഞാൻ മരിക്കണ കാലം വരെ തിരഞ്ഞാലും ഓനെ പോലെ ഒരു നല്ല ഒരുത്തനെ തിരഞ്ഞെടുക്കാൻ ഉപ്പായ്ക്ക് പറ്റൂല. മോള് ചോദിച്ചു, വാപ്പായ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം വാപ്പാ. അതാ മക്കള്. വാപ്പായ്ക്ക് ഇഷ്ടമാണോ? എനിക്കെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഉപ്പാട് ഇഷ്ടമാണ്. എനിക്ക് കല്യാണം നടത്തി കൊടുത്തു. ആ മുബാറക്ക് എന്ന് പറയുന്ന അടിമയുടെ മകൻ്റെ പേരെന്തെന്നറിയോ? ആ മനുഷ്യൻ്റെ മകനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ ആ മനുഷ്യൻ്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. മോനെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗമുണ്ട്. ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗമുണ്ട്. ഏത് ദുആ? ആർക്ക് വേണമെങ്കിലും ചെയ്യാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പെണ്ണ് കെട്ടിയവർക്കും കെട്ടാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ദുആയാണ്. അല്ലാഹുവേ, എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, എനിക്ക് കണ്ണിന് കുളിർമയുള്ള സ്വാലിഹത്തായ നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ എനിക്ക് തരണേ തമ്പുരാന്. പെണ്ണുങ്ങൾ ദുആ ചെയ്യുന്നു, എനിക്കൊരു ഭർത്താവിനെ തരണേ തമ്പുരാന്. എന്നിട്ട് പറയുകയാ, ഖുർറത അയ്യുനിന്, പടച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് തരണേ അല്ലാ. എന്നിട്ട് മൂന്നാമത് പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള പടച്ചവനെ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ തമ്പുരാന്. എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ആദ്യം നന്നാകൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല. അവരെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കൂ. അവർക്ക് അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല, മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ല ആരാണ്? മുത്തുനബി ആരാണ്? പരിശുദ്ധമായ ദീൻ എന്താണ്? പടച്ചവനെ നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ. ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും മുസ്ലിമേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സങ്കടം തോന്നുകയാണ്. വാപ്പാ, മക്കൾ ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകൾ തലമറയ്ക്കാതെ നടക്കുന്നുണ്ട്. തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. തിരുത്താൻ നിനക്ക് സമയമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര്, ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. മുത്തുനബി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ? ആരാണ് നബിയേ? 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന്? ഇത്തഖുല്ലാഹ ഫിൻ നിസാ. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹജ്ജിന് പോയ ഹാജിയാരാ, നിസ്കാര തഴമുണ്ട്, താടിക്ക് മുട്ടുവരെ നീളമുണ്ട്, ജുബ്ബയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം, വലിയ മഹാനാ. കൂടെ പോണ മോളങ്ങൾ കണ്ടിട്ടുണ്ടാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അലം. എഴുന്നള്ളത്തിൽ വരണ ആനയെ കൊണ്ടുപോണ പോലെ
അള്ളാഹുവേ ഹാജിയാരുടെ താടിയുടെ നീളവോ ഹാജിയാരെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിക്കും. എടാ സ്വന്തം പെണ്ണുമ്പിള്ളയും മക്കളെ നടക്കുന്ന കോലം കണ്ടിട്ടുണ്ടാ? ഈ കഴിക്കുന്ന താത്താമാര് കടയിൽ പോയിട്ട് ഫർദ വാങ്ങും, എന്നിട്ട് നേരെ കടയിൽ പോയി ഫർദ വാങ്ങുമ്പോൾ നല്ല ഇട്ട് നോക്കൊണ്ടോ കൊള്ളാം, എന്നിട്ട് നേരെ തയ്യക്കടക്കാരൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും ഇതൊന്ന് ടൈറ്റ് ആക്കി തരാൻ. കൊണ്ടുപോയിട്ട് പറയാ ഇതൊന്ന് ടൈറ്റ് ആക്കാൻ. എന്തേ? ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം. അതുണ്ട്, നാട്ടുകാർ മുഴുവനും കാണണം എൻ്റെ എല്ലാ മസിലും അവിടെ ഇവിടെ ചാടി കിടക്കണം. അതിനെല്ലാം ടൈറ്റ് ആക്കണേ. ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക, ഇങ്ങനെ അങ്ങോട്ട് വരിക. ഹാജിയാർക്ക് സ്വന്തം പെണ്ണുമ്പോളെ നോക്കാൻ സമയമില്ല. എടാ പെണ്ണുമ്പോളതോ തലേ തുണിയില്ല, സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു. മക്കളതോ തലേ തുണിയില്ല, അങ്ങനെ നടക്കാം. അവിടെ പള്ളിയിലെ ഫാത്തിഹ ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കണം. വാപ്പ അപ്പടാ സ്വന്തം പെണ്ണുമ്പോളെ നേരെയാക്കാൻ വയ്യ, സ്വന്തം മക്കളെ. നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗ്ഗത്തിൽ പോടാന്നല്ല വാപ്പ, നീ ഒറ്റയ്ക്കങ്ങ് പോകാനല്ല അല്ല പറഞ്ഞത്. എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല. നീ പോകുമ്പോൾ പെണ്ണുമ്പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോയി ചങ്ങാതി സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ. അതല്ലേ അല്ല പറഞ്ഞത്? നിങ്ങളുടെ സ്വന്തം പെണ്ണുമ്പിള്ളയെ മക്കളെ നോക്കാൻ നടക്കുക. ഏത് പൊട്ടനെ അറിയാത്തത്? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സിനിമ കാണാവോ, സീരിയൽ കാണാവോ? അനുമതിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് വണ്ടി തന്നെ എടുക്കാൻ വേണമെങ്കിലും നിങ്ങൾ പൊക്കോ. ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായിസകിലാക്കാൻ പറ്റുമോ? പറ്റൂല. വീട്ടിൽ ഉണ്ട്, TV ഉണ്ട്. ഉസ്താദ് ബർക്കത്തിന് അൽഹംദുലില്ലാഹ്. ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഖത്തീബിന്റെ കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ടാ പോണേ. ഓ അല്ലാഹു എത്ര നല്ല മനുഷ്യൻ. നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ആമീന ടിവിയുടെ ഫ്രണ്ടിൽ ചന്ദ്രമഴയും കണ്ടുകൊണ്ട് കൂടെ പോയിരിക്കാം. പോകാൻ അവളെ നന്നാക്കാൻ വയ്യ. സ്വന്തം പെണ്ണുമ്പോൾ അവിടെ ഇരിപ്പുണ്ട്, മക്കൾ അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അവിടെ ചെന്ന പൂച്ചക്കുട്ടി സുബ്ഹാനല്ലാഹ് അല്ലാഹ് മിണ്ടാതെ പോയി കിടക്കുക. അല്ല നിങ്ങളെ വെറുതെ വിടും ചങ്ങാതി, റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് പറയുമ്പോൾ പിടിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഇതിന്റെ സത്യം, ഇതാണ് ഇതിന്റെ സത്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു. അല്ല നിന്നോട് ചോദിക്കും, അല്ലാഹുവേ പടച്ചവൻ എന്നത്തെ പെൺകുട്ടികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി ഏത് പെണ്ണിനാ പറയാത്ത? ഏത് പെണ്ണിനാ? എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല. എടാ മയ്യത്ത് കാണാൻ പറ്റുമോ? ബാക്കി എല്ലാം പോട്ടെ. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരു ആണിന് കാണാൻ പറ്റുമോ? ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷൻ കാണരുത്, അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ, മരിച്ച വീട്ടിൽ പോയി നോക്കടാ. പെണ്ണുമ്പിള്ളയുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് കിടത്തിയ തലഭാഗത്ത് നിൽക്കും. ഞാൻ നിൽക്കാം, ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്കാം. കണ്ടോടാ എൻ്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, എൻ്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, ഇങ്ങനെ പൊക്കി കാണിക്കാം. കുളിപ്പിച്ചുകൊണ്ട് വന്ന് കിടത്തിരിക്കുക. പൊതിയാൻ പോയി ഇനി ആർക്കെങ്കിലും കാണണോ? ഇനി എൻ്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോകും ആർക്കെങ്കിലും കാണണോ? വാ വീണ്ടും പൊക്കി കാണിക്കും. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെ നാട്ടിലൊക്കെ ഉണ്ട്. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് കവറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണണമെന്ന്. കുഴിച്ചിടാൻ പോവാടാ, ആരിച്ചോക്കടാ. സ്വന്തം പെണ്ണുമ്പിള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവൻ. നിങ്ങൾ ആലോചിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു പെണ്ണ് വയതിന്റെ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. താത്ത ഈ പെണ്ണ് തല തുറന്നിട്ടിരിക്കുക. താത്തായ്ക്ക് അറിയാം താത്താടെ മൊബൈലിൽ വയല്, നരകം, കബറ്, പരലോകം, മത്സര. ഓ കുറച്ചൊരു എന്താ വയലെന്നറിയോ? താത്താടെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കൊണ്ട് ഇപ്പോഴും. ഒരു പെണ്ണിന്റെ ഒരു തലമുടി താഴെ കിടന്നുള്ള ശിക്ഷ എന്താണെന്ന് ആലോചിക്കേ. ഏത് താത്തായ്ക്കത് അറിയാത്തത്? എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ. ഒരു രോമം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലിക്കണം. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ടാൽ തലേ തുണിയിടും, എന്നിട്ട് വീടിന്റെ അകത്ത് പോയി ഒളിച്ചിരിക്കും, ജനലിൽ കൂടെ പതുങ്ങി നോക്കും. അതാ ഉസ്താദ് വീട്ടിൽ വരണ്ട, റോഡേ പോയാൽ മതി. ഉസ്താദന്മാർ വീടിന്റെ പരിസരത്ത് കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും. ഇന്നങ്ങാണ് ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മരിച്ച് ഉസ്താദിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇന്നത്തെ പെണ്ണുങ്ങൾ ആഴ്ചയ്ക്ക് കാലെവിടെത്തിയെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്, എന്റെ രോഗം മാറാനൊന്ന് ദുആ ചെയ്യണേ. വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. മുത്തുനബിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും പെണ്ണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗ്ഗം മതി നബിയേ. ഏത് വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് പിന്നെയും ഓടി വരികയാ. യാ റസൂലല്ലാഹ്, എനിക്ക് ദുആ ചെയ്യണേ നബിയേ, എനിക്ക് ദുആ ചെയ്യണേ നബിയേ. രോഗം മാറാനല്ല നബിയേ. ഈ അവസ്മാരം എന്ന് പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ രോഗം വന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടന്ന് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. അവണ് പറയാ, അപസ്മാരം എന്ന് പറയുന്ന വായിലൂടെ പതയൊക്കെ വരും, കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും. അവിടെ ഇരുമ്പൊക്കെ എടുത്ത് കൈവച്ചു കൊടുക്കുക. ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ, ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയെ. എനിക്കാണെങ്കിൽ തിരിച്ചു പിടിച്ചിടാൻ കഴിയുന്നില്ല. അന്യ പുരുഷന്മാര് എന്റെ ഔറത്ത് കാണുന്നു, അതെനിക്കിഷ്ടമല്ല നബിയെ. അതുകൊണ്ട് ആ രോഗം വന്ന് വീടുന്ന സമയത്ത് അള്ളാഹുവിന്റെ സംരക്ഷണം, എന്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ നബിയെ.
മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ഇന്നത്തത് കടയിൽ പോയി ഫർദയും വാങ്ങിച്ചിട്ട് അതിന് ടൈറ്റാക്കിയിട്ട് കാണാൻ പറ്റുന്നത് മുഴുവനും വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനോടും ഉമ്മാനോടും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ഇട്ടിട്ട് ആദ്യം നീ നിന്റെ മുന്നിലൊന്ന് നിർത്തി നോക്ക്. നിന്റെ പൊന്നുമോളുടെ ശരീരം കാണാം. ആദ്യം നീ ഒന്ന് നിർത്തി നോക്ക്. എന്നിട്ട് വേണം നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറക്കിവിടാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെൺമക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏത് മക്കൾ? 25, 20, 18, 15, 10 വയസ്സുള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ 7 വയസ്സിന് താഴെ പ്രായമുള്ള ആൺമക്കളും പെൺമക്കളും 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിൽ തട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. എടാ, പ്രായപൂർത്തിയാകാത്ത 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാന്റെ ഉമ്മാന്റെയും ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിക്കിട്ടേ കയറാൻ പാടുള്ളൂ. ആ 3 സമയങ്ങൾ: 1 വെളുപ്പാങ്കാലം, ഖുർആൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം, ആ വെളുപ്പാങ്കാല സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നട്ടുച്ച സമയം, ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറാൻ പാടില്ല. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക സഹോദര. വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കമാ, ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സുഖമുള്ള സമയം. ആ സുബഹിന്റെ ബാങ്ക് വിളിക്കണം 4 മണി 5 മണി സമയം, വല്ലാത്ത ഉറക്കം, ബോധമില്ലാതെ ഉറങ്ങുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കൈലി ഉടുക്കും. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലുങ്കി ഉടുക്കും, ഉടുത്തിട്ട് നല്ലപോലെ കിടന്നുറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണതല്ല, ഞാനൊരു കൈലി ഉടുത്തിട്ടുണ്ടായിരുന്നു പടച്ചനെ എവിടെന്നാ അല്ലേ. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള കട്ടിൽ മുഴുവനും തിരയ, എൻ്റെ മുണ്ടവിടെ അല്ല കിടക്കണ താഴെ പടച്ചനെ ഇവിടെ കിടക്കുക അല്ല എടുത്തിടാ. താത്തമാരിടുന്ന മാക്സിയുടെ കഥ ഞാൻ പറയുന്നില്ല, നിങ്ങളായിരിക്കും. എടാ, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഉമ്മാടെയും ബാപ്പാടെയും ബെഡ്റൂമിലെങ്ങാനും ചോദിക്കാതെ കയറി വന്നാൽ കോവളം ബീച്ച് ഓർമ്മ വരും. അതുപോലെ കിടക്കുക. ആലോചിക്ക്. അതുകൊണ്ടാ ഖുർആൻ. നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ആലോചിക്ക്. സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോപ്പാ? സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 7 വയസ്സല്ല 70 വയസ്സുള്ളവന് തോന്നുമോ? എടാ, 10-60 വയസ്സുള്ള ഒരാൾക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഏതെങ്കിലും ഒരു 35 വയസ്സുള്ള പെണ്ണിന് സ്വന്തം വാപ്പാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നോ? ഒന്നും തോന്നില്ല. എന്നിട്ട് അള്ള പറഞ്ഞത് കാണണ്ടാന്നാ. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണണ്ട. ഇന്ന് പെണ്ണ് പാല് കൊടുക്കുന്നത് മൂത്തവന്റെ മുമ്പിൽ വെച്ച് ഇളയവർ പാല് കൊടുക്കും. ഇങ്ങനെയാ. വീട്ടിൽ ആരുമില്ല, ഉമ്മായും കുഞ്ഞും മാത്രമേ ഉള്ളൂ. വീടിന്റെ കുറ്റി ഇട്ടിട്ട് ബാത്റൂം തുറന്ന് പാട്ടും പാടിയിട്ട് ഉമ്മ അകത്ത് കയറി തുണിയില്ലാതെ കുളിക്കുന്നു. മക്കൾ കണ്ടുകൊണ്ട് ലൈവായിട്ട് അടക്കാം. ഇടത്തൊരു സഹോദരൻ്റെ ഒരു പെണ്ണ് മൊബൈൽ, കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ എടുത്ത് ആദ്യം വീഡിയോ ഉണക്കണേ. ഉമ്മ ഇങ്ങനെ മൊബൈൽ തപ്പുമ്പോൾ ഉമ്മ ബാത്റൂമിൽ നിന്ന് കുളിക്കണ വീഡിയോ വരെ കുഞ്ഞെടുത്ത് വെച്ചിരിക്കുക. കാലെവിടെ പോയി നിൽക്കണം സഹോദരങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് അള്ളാന്റെ ഖുർആൻ. അത്രയും സൂക്ഷ്മത പുലർത്തണം. മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കൾ കാണാൻ പാടില്ല. നിങ്ങൾ അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇന്ന് ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന കുടുംബസമേത ആർക്ക്? എടാ, ഇന്ന് ഏത് സിനിമ എടുത്താലും സെക്സാ. അതാണല്ലോ. പടച്ചോനെ, വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഇരുന്നുകൊണ്ട് കാണുക. അരപ്പാവാടായിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കുടുംബസമേതം ഇരുന്ന് കാണാൻ. നിങ്ങൾ ആലോചിക്ക്. ഇതാ കുടുംബം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തുക. ആ മക്കളെ വളർത്തേണ്ട രീതിയിൽ അദബും മര്യാദയും എങ്ങനെ വളർത്തണം, അതിന് നീ സിനിമയും സീരിയലൊന്നും കാണണ്ട. നമ്മുടെയൊക്കെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. പോയി കണ്ടുപിടി. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകളെ മുത്തി നബിയല്ലേ വളർത്തിയത്. ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ എങ്ങനെ വളർത്തണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ലോകത്തിന്റെ നേതാവ്. ആ വളർത്തി കാണിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രം വായിച്ചു പഠിക്ക്. എന്നിട്ട് മക്കളെ വളർത്തുക. അങ്ങനെ വളർത്തിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വളർത്തിയാ നിന്റെ മക്കൾ ഒരുത്തന്റെ കൂടെയും പോകില്ല. നീ പറയുന്നതിനപ്പുറം അനങ്ങൂല. നിന്നെ പൊന്നുപോലെ നോക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ, സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ നിങ്ങൾ വളർത്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോൾ പെൺമക്കൾ ഇങ്ങനെ വളർന്നു. 10-18 വയസ്സായി മക്കൾ ഇങ്ങനെ വളർന്നു. അൽഹംദുലില്ലാഹ്. പ്രായപൂർത്തിയായ വിവാഹം കഴിച്ചു കൊടുക്കണം. ആർക്ക്? ഏതെങ്കിലും ഒരു പൊട്ടൻ്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമോ?
പ്രിയപ്പെട്ടവരെ, പെൺമക്കൾ അവർക്ക് വിവാഹപ്രായം എത്തിയാൽ ആർക്ക് കൊടുക്കണം വിവാഹം കഴിച്ച്? എന്ത് പരിഗണനയാണ് നിങ്ങൾ നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താൽ പോരാ. ദീനങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പെണ്ണിന് അനുവാദമില്ലാതെ കെട്ടിച്ചു കൊടുക്കാനല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു, നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നീ 4 കാര്യങ്ങൾ പരിഗണിക്ക്. ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പയ്യന് സമ്പത്തുണ്ടോ എന്ന് നീ നോക്കണം, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീൻ നോക്കണം. 4 കാര്യം നീ പരിഗണിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കലല്ല. നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പുതിയാപ്പളയുടെ യോഗ്യത, അവന് സമ്പത്തുണ്ടോ നോക്ക്, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്ക്, അവന് കുടുംബ മഹിമയുണ്ടോ എന്ന് നോക്ക്, അവന് ദീനുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നീ ദീനിന് കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ദീനിനാ. ഇന്ന് അതിനാരും പരിഗണന കൊടുക്കാറില്ല. ഇന്ന് ആരും അള്ളാഹുവിന്റെ പടച്ചവനെ പെണ്ണ് കെട്ടുമ്പോൾ എത്ര ഏക്കർ ഉണ്ടെന്നാണ് നോക്കണേ. എറണാകുളം ടൗണിൽ വൈറ്റിലയിൽ വല്ല സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? ഒക്കെ ഒന്ന് കെട്ടിച്ചതാണെങ്കിലും ഒന്ന് പോയതാണെങ്കിലും കുഴപ്പമില്ല, കള്ളുപിടിയാണെങ്കിലും കുഴപ്പമില്ല. ആണായാലും പെണ്ണായാലും ഇങ്ങനെ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണം നോക്കിയിട്ട് ഒരിക്കലും വിവാഹം കഴിക്കരുത്. പണം നോക്കി വിവാഹം കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ ദാരിദ്ര്യം ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൗന്ദര്യം നോക്കണം. നിങ്ങൾ സൗന്ദര്യത്തിനേക്കാൾ പരിഗണന ദീനിന് കൊടുക്കണം എന്ന് മുത്തുനബി എവിടെ നിന്ന് പറയുമ്പോൾ, ഇന്നെല്ലാം സൗന്ദര്യം ഉള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ. സൗന്ദര്യം ഇല്ലാത്തതിന് ആർക്കും വേണ്ടെന്ന്. എല്ലാവർക്കും ഐശ്വര്യരായ കാലം വലിയ സാനിയ മിർസയുടെ സൗന്ദര്യം വേണം എല്ലാത്തിനും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാകണം. പടച്ചോനെ പറവയെ പോലെ ഇട്ടേക്കുന്ന ആൺകുട്ടികളെ മതി എന്ന് പെണ്ണുങ്ങൾക്ക്. പാൻറ് കീറി പറഞ്ഞവനെ മതി, നേരെ ചൊവ്വായിട്ട് ഉണ്ടാക്കുന്നതിനൊന്നും വേണ്ട. പടച്ചോൻ അങ്ങനെയുള്ളതിന് മാത്രം ഇന്ന് മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളുടെ സൗന്ദര്യം ഇന്നത്തെ നിങ്ങൾ ആലോചിക്ക്. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വീട്ടിലെ ഉമ്മയുടെ സഹോദരനോ ആരെങ്കിലും വിളിച്ചോണ്ട്, മാമാമാരോ അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ടാ പണ്ടുള്ള ആൾക്കാരൊക്കെ പെണ്ണ് കാണാൻ പോയേ. ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒന്നിനും കൊണ്ടുപോകില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ പെണ്ണ് കാണാൻ പോകുമ്പോൾ 2 മലക്കുകളെ കൊണ്ടുപോകും, 2 കൂട്ടുകാരെ. അളിയാ, നാളെ വൈകിട്ട് ഒരു പെണ്ണ് കാണലുണ്ട്. ഓക്കെ, പടച്ചവനെ വൈകുന്നേരം സമയമാകുമ്പോൾ ഇതിലെ പുതിയാപ്പളെ ആരാന്നറിയത്തില്ല. കാരണം പെണ്ണ് കെട്ടി 2 മക്കളുള്ളവൻ്റെ ഒരുക്കം കണ്ട അള്ളാഹുവെ വല്ല ദുൽഖറിനെ പോലെയുള്ള അത്രയും ഷേവൊക്കെ ചെയ്ത് ഇന്നൊക്കെ ചെയ്ത് ഗെറ്റപ്പായിട്ട് നിൽക്കുക. അങ്ങനെ വാഹനത്തിൽ കയറിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോയി. പെണ്ണിൻ്റെ വാപ്പ, മക്കളെ വാടാ, എല്ലാത്തിനും വിളിച്ച് വീടിൻ്റെ അകത്ത് കയറ്റി. ആ പുതിയാപ്പള ഇതായില്ല, മോളെ വിളിച്ചു വെള്ളം കൊണ്ടുവരാൻ. മോള് ചായ ആയിട്ട് ഇങ്ങനെ വരിക. കൊണ്ടുവന്ന് പുതിയാപ്പളയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഓൻ ഇങ്ങനെ വന്ന് നോക്കും. പെണ്ണ് കാണലുണ്ടല്ലോ. അപ്പോൾ ഓനിങ്ങനെ ഈ പെണ്ണിനെ നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നോക്കുക. 2 മലക്കളുണ്ടല്ലോ. ഇവർ 2 പേരെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ചോദിക്കും, എങ്ങനെയുണ്ടല്ലോ കൊള്ളാപോന്ന്. അപ്പോൾ ഈ കൊണ്ടുപോയിരിക്കണ 2 പേര് ഈ MRI സ്കാനിങ് എടുക്കണ പോലെ ഈ പെണ്ണിന് ഒരു നോട്ടം, തല മുതൽ കാല് വരെ ഒറ്റ സ്കാനിങ്ങാണ്. ഒരു 1.5 നോട്ടം നോക്കും. ഇങ്ങനെ നോട്ടിയിട്ട് ഇവന്മാരുടെ അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ട് ഇവനോട് പറയും, കെട്ടിക്കോളിയാ, കൊള്ളാം, കെട്ടിക്കോളാം, പൊട്ടൻ. അല്ലാഹു ആലോചിക്കേ, ഇന്നത്തെ പെണ്ണ് കാണലതാ. എടാ, കെട്ടുന്നവൻ ഇഷ്ടപ്പെട്ടോ ഇല്ല, കണ്ടപ്പം പറയണം കൊള്ളാം, അങ്ങനെ കിട്ടുക ഇന്നത്തെ കല്യാണം. ഞാൻ ഒരു കാര്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനില്ലാത്ത സൗന്ദര്യമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൗന്ദര്യം അവരെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കുടുംബ മഹിമ. ദീനൊന്നും വേണ്ട, പുളിങ്കൊമ്പ് മാത്രം മതി. അതന്നെ കെട്ടിയ യൂസഫലിയുടെ വളർത്തനെ കെട്ടണ എങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, വലിയ സമ്പന്നന്മാർ. ഇന്നത്തെ പുതിയ ട്രെൻഡ് ചെറുപ്പക്കാർക്ക് ശരീരം അനങ്ങാതെ മരിക്കണം വരെ ജീവിക്കണം. ജോലിയൊന്നും ചെയ്യാൻ വയ്യ, മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പോൾ എന്താ വഴി? അതിനാകെ വഴി ഏതെങ്കിലും പണക്കാരുടെ മോളെ വളയ്ക്കുക. അതന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് തന്നെ. അതിന് വല്ല പൽസറും വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ നടക്കാം. എടാ, കുടുംബ മഹിമ മാത്രം നോക്കരുത്. ദീനില്ലാത്ത വീട്ടിൽ കയറിയിട്ട് പെണ്ണ് കെട്ടരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആ വീടിൻ്റെ അകത്ത് ഒരു വിലയുണ്ടാകില്ല. അമ്മായപ്പനോട് ചോദിക്കും, മരുമോൻ എങ്ങനെയുണ്ട്? ഓ, അതൊരു കണക്കട, ഇത്ര നിനക്ക് ഈ വില ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ എന്തിന് പരിഗണന കൊടുക്കണം? ദീനിന് പരിഗണന കൊടുക്കുക. സൗന്ദര്യമില്ലെങ്കിലും പണമില്ലെങ്കിലും കുടുംബ മഹിമയില്ലെങ്കിലും ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ടടാ, അത് മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.